പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. KPCC പ്രസിഡന്റിനെ അടുത്ത് നിർത്തിയാണ് പ്രതിപക്ഷ നേതാവ് UDF ചെയർമാൻ കൂടിയായ വി.ഡി. സതീശൻ നിലപാട് പറഞ്ഞത്. അതുകൊണ്ട് കോൺഗ്രസിന്റെ നിലപാടാണ്, UDFന്റെ നിലപാടാണ്. ആ നിലപാടിൽ ഇനി വല്ല മാറ്റവും ഉണ്ടാകുമോ എന്നതേ അറിയാനുള്ളൂ. എന്താണ് നിലപാട്? ആദ്യം PV അൻവർ പറയട്ടെ UDFുമായി സഹകരിക്കാൻ തയ്യാറാണോ അല്ലയോ എന്ന്. അതിനുശേഷം LDF യോഗം ചേർന്ന് കാര്യങ്ങൾ തീരുമാനിക്കും. അതിനുശേഷം വേണമെങ്കിൽ PV അൻവറുമായി ചർച്ച നടത്തും. ഇതാണ് പുതിയ നിലപാട്. അത് നമുക്ക് കേൾക്കാം. ആ തീരുമാനം അദ്ദേഹം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ UDFന്റെ അഭിപ്രായം അത് അവര് വേറെ സൗഹൃദം ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് പോയത്. അദ്ദേഹം പറയുന്നത് അതായത് മുന്നണി പ്രവേശനം നടക്കുകയാണെങ്കിൽ താൻ മത്സരിക്കില്ല, അല്ലെങ്കിൽ തനിക്ക് മറച്ച് ചിന്തിക്കേണ്ടി വരും എന്നുള്ള കാര്യമാണ്. അപ്പൊ മുന്നണി പ്രവേശനം സംബന്ധിച്ച് ഒരു തീരുമാനത്തിൽ എത്തിയോ? ഞങ്ങളോട് പറഞ്ഞല്ലോ അദ്ദേഹം. ഞങ്ങളോടല്ലല്ലോ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളോടല്ല പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളോടല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളോടല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞത്, നിങ്ങൾ എത്ര ചുഴിഞ്ഞു ചോദിച്ചാലും ഒരു വാക്ക്, നിങ്ങൾ എത്ര ചോദ്യം ചോദിച്ചാലും ഞാൻ ഈ പറഞ്ഞതിന്റെ അപ്പുറം കിട്ടില്ല. ഞാൻ പറഞ്ഞതിൽ വ്യക്തതയുണ്ടല്ലോ. ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി പൂർണ്ണമായി സഹകരിച്ച് പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹം ആ തീരുമാനം എടുത്ത് ആ തീരുമാനം പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ UDFന്റെ അഭിപ്രായം ഞങ്ങൾ പറയും. അല്ല, അതൊന്നും ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അല്ലല്ല, നിങ്ങൾ ഐ ഹവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. പറഞ്ഞല്ലോ, ഒറ്റ 2 സെന്റൻസേ ഉള്ളു. അല്ലല്ല, ഒരു ചോദ്യം വേണ്ട, 2 സെന്റൻസാണ് ഞാൻ പറഞ്ഞത്. ക്ലിയർ അല്ലേ? അതിന്റെ അകത്ത് എന്തെങ്കിലും അവ്യക്തതയുണ്ടോ? അല്ലല്ല, അവ്യക്തത വല്ലതുണ്ടോ? ഒരു അവ്യക്തതയില്ലല്ലോ. 2 മലയാളത്തിലെ 2 വാചകമാണ് ഞാൻ പറഞ്ഞത്. ഒരു അവ്യക്തതയില്ല. നേരത്തെ ഇതായിരുന്നില്ല. നേരത്തെയുള്ള നിലപാട് എന്തായിരുന്നു? UDFുമായി സഹകരിപ്പിക്കാൻ തീരുമാനിച്ചു, അസോസിയേറ്റ് മെമ്പർ സ്ഥാനം നൽകാൻ തീരുമാനിച്ചു. അത് എങ്ങനെയാണ് സഹകരണം എന്ന് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ UDF ചെയർമാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ചുമതലപ്പെടുത്തി. അങ്ങനെയാണ് കഴിഞ്ഞ UDF യോഗം പിരിഞ്ഞത്. അത് പരസ്യമായി പറയുകയും ചെയ്തിരുന്നു വി.ഡി. സതീശൻ. ആ നിലപാട് എന്താണ് എന്ന് കേൾക്കാം. ഞാൻ വളരെ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ചോദ്യത്തിനും ഞാൻ ഉത്തരം പറഞ്ഞാണ്. UDF തീരുമാനം എടുത്തിട്ടുണ്ട്. അതിന്റെ മോഡസ് ഓപ്പറാൻഡി എന്താണെന്ന് UDF ചെയർമാനായി എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ ഡിക്ലെയർ ചെയ്യും. ഞാൻ ഡിക്ലെയർ ചെയ്യാൻ പോണ കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് നിങ്ങളോട് ഇപ്പൊ എങ്ങനെ പറയണത്? ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവും. PV അൻവറിനോടുള്ള നേരത്തെയുള്ള നിലപാട് തിരുത്തിയിരിക്കുന്നു UDF. ഇപ്പോഴുള്ള നിലപാട് ഇനി പറയട്ടെ PV അൻവർ UDFുമായി സഹകരിക്കാൻ തയ്യാറാണോ അല്ലയോ എന്ന്. അതിനുശേഷമേ ഉള്ളൂ UDFന്റെ തീരുമാനം എന്താണ് എന്ന്. സഹകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ UDF നേതാക്കളുമായി ആലോചിച്ച് നിലപാട് വ്യക്തമാക്കും പ്രതിപക്ഷ നേതാവ് UDF ചെയർമാൻ. അതല്ലാതെ മറ്റൊന്നും ഇനി പറയാനില്ല. അക്കാര്യത്തെക്കുറിച്ച് ഒരു വിശദീകരണം പോലും നൽകാനില്ല എന്നാണ് വാർത്താ സമ്മേളനത്തിൽ വി.ഡി. സതീശൻ പറഞ്ഞത്. മാധ്യമപ്രവർത്തകർ പല ചോദ്യങ്ങളും ചോദിച്ചു. എല്ലാ ചോദ്യങ്ങൾക്കും ഒരൊറ്റ ഉത്തരമാണ്, ഇതേ പറയാനുള്ളൂ, ഇതിനപ്പുറം മറ്റൊന്നും പറയാനില്ല എന്ന് PV അൻവർ നിലപാട് പറയട്ടെ, അതിനുശേഷം തീരുമാനിക്കും UDF എന്തു വേണമെന്ന്. അതിൽ നിൽക്കുകയാണ് എന്ന് വെച്ചാൽ നേരത്തെ UDF എടുത്ത തീരുമാനത്തിൽ നിന്ന്, സഹകരിപ്പിക്കാം എന്ന തീരുമാനത്തിൽ നിന്ന് UDF പുറകോട്ട് പോയി. ഇനി പന്ത് PV അൻവറുടെ കോർട്ടിലാണ്. PV അൻവർ പറയട്ടെ എന്താണ് UDFുമായുള്ള നിലപാട് എന്ന്. മത്സരിക്കുമോ അതല്ല UDF പറയുന്നിടത്ത് നിൽക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അത്രയും തരം താഴ്ന്ന്, അത്രയും കീഴടങ്ങി PV അൻവർ മുന്നോട്ട് പോകുമോ, അതല്ല PV അൻവർ ചാവേറായി മത്സരിക്കാൻ തയ്യാറാകുമോ, അങ്ങനെ ഷൗക്കത്തിനെ പരാജയപ്പെടുത്താൻ തയ്യാറാകുമോ? ഇതാണ് ഇനി അറിയാനുള്ളത്. PV അൻവർ മത്സരിച്ചാൽ ഒരു കടുത്ത ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ വരും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അതിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? എല്ലാം തീരുമാനിക്കേണ്ടത് PV അൻവറാണ്. UDFുമായി സഹകരിക്കണോ തീരുമാനിക്കേണ്ടത് PV അൻവർ, മത്സരിക്കണോ തീരുമാനിക്കേണ്ടത് PV അൻവർ. PV അൻവറിന് തീരുമാനിക്കാമെന്ന് പറഞ്ഞ് UDF കൈയൊഴിഞ്ഞു. അതുമാത്രമല്ല, PV അൻവറിന്റെ അന്ത്യശാസനം മുഴുവൻ UDF തള്ളിക്കളയുകയും ചെയ്തു. ഇനിയും കീഴടങ്ങണോ അതല്ല തലയുയർത്തി നിൽക്കണോ എന്ന് PV അൻവർ തീരുമാനിക്കട്ടെ.